മ്യൂസിക്കൽ ബാൻഡ്സ് പഴയ ക്ലാസിക്കൽ സോങ്സ് എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്യും, അതിനെക്കുറിച്ച്? അത് ഇപ്പം നമുക്ക് പാടാനൊരു കൊതി ഉണ്ടാവുമല്ലോ, അത് നിഷേധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അല്ല ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരുപാടൊരു പരിധി വിട്ട് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഒരു പർപ്പസ്, ഒരു സ്വരം വയ്ക്കുന്നതിന്, എല്ലാ പാട്ടിനും അല്ല, ഇപ്പോൾ ഒരു സ്വരം, ഒരു നോട്ട്, ഒരു ഫ്രേസ് അതങ്ങനെ ആകുന്നതിന് പർപ്പസ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട്. ഇപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഏകും ദൂര മന്ദിരത്തിൽ പോയി വരാനാണ് പറയുന്നത്. അപ്പോൾ പോയി വരൂ അപ്പോൾ അതിനൊരു ചിത്രം ഉണ്ടായിരുന്നു. അത് ഈ ശരിക്കും സാറ് പാടിയ ആ വേർഷനിൽ ശരിക്കും പറഞ്ഞാൽ അത് സൂക്ഷിച്ചാൽ ആ നോട്ടിൻ്റെ ഗ്ലൈഡ് കേൾക്കാൻ തന്നെ പറ്റുള്ളൂ. ഹിഡൻ ആണ് ശരിക്കും. പോയി വരൂ ഈ സാധനമല്ലേ, അത് ശരിക്ക് അത് ഹിഡൻ ആണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അത്തരം സൈലൻസുകൾ സൃഷ്ടിക്കുന്ന ഒരു മാജിക് ഉണ്ട്. അതൊക്കെ വളരെ പർപ്പസ്ഫുള്ളാണ് ഈ ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. മിക്ക പാട്ടുകളും, എല്ലാം ഒന്നും പറയുന്നില്ല, വായി തോന്നിയ പാട്ടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ല പറഞ്ഞത്. റാഷണൽ ആയിട്ട് ഉള്ളൊരു അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം രാഗം മാത്രമായിട്ടൊരു പാട്ടിനെ കാണരുത്. രാഗമൊക്കെ പ്രസക്തമായി, അതെന്തിനു വേണ്ടി ആ രാഗം ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ആ ഗാനമാണ് പ്രധാനം. രാഗം ഇപ്പോൾ ഹരഹരപ്രിയയിൽ ഇന്ന പാട്ട് ചെയ്തു, അല്ലെങ്കിൽ ആനന്ദഭൈരവിയിൽ ഇന്ന പാട്ട് ചെയ്തു, അതൊന്നും ഒരു വിഷയമല്ല. ആനന്ദഭൈരവിയൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് പാട്ടായി കഴിഞ്ഞാൽ പിന്നെ അതാണ് വരി. ആ ഈണത്തോടെന്ത് പറയുന്നു, ഈണം വരിയോടെന്ത് പറയുന്നു, രണ്ടും ചേർന്നിട്ട് നമ്മളോടെന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിന് സൃഷ്ടി ഉണ്ട്. സൃഷ്ടി ഇസ് ദ ബിഗസ്റ്റ് തിങ്. അതിനോട് നമ്മൾ ഉത്തരവാദിത്വം കാണിക്കണം. മനോജ് ചോദിച്ചതിൻ്റെ ഒരു തുടർച്ചോടിയാണ് ഈ കവർ സോങ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്. അത് മേ ബി ഞാൻ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാവാം, എനിക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്താണ് അതിൻ്റെ റെലവൻസ് എന്നാണ് ബിജുവാന് തോന്നിയിട്ടുള്ളത്? അത് കേവലം ഒരു റെലവൻസ് ഞാൻ തോന്നുന്നത്, പ്രസക്തി ഉണ്ടെങ്കിൽ അത് തോന്നുന്നത് വി ക്യാൻ എക്സ്പ്ലോർ ദ ഒറിജിനൽ. നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ പച്ചക്കറിക്കായ, അതല്ല, മറ്റേ ദശരഥത്തിലെ പാട്ടുണ്ടല്ലോ, മന്ദാരച്ചെപ്പുണ്ടോ, അത് പലരും ഇവരുടെ ഒറിജിനലാണെന്ന് കരുതിയിട്ടുള്ള ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട് തൈക്കൂടത്തിന്. പക്ഷേ ചിലർ ഇത് ദശരഥത്തിലെ പാട്ടാണ്, ജോൺസൺ മാഷ് ചെയ്തതാണ്. അപ്പോൾ ഒറിജിനൽ പാട്ട് കേൾക്കാൻ അവരെ പ്രേരിപ്പിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നമെന്നാണോ ഒരു അനിവാര്യത എന്നാണോ എനിക്കറിയില്ല, ഒരു ഘട്ടത്തിന് മുൻപുള്ള ഹിസ്റ്ററി അവർക്ക് ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഹിസ്റ്ററി ഇല്ല അവർക്ക്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഈ മില്ലേനിയം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അവർക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹിസ്റ്ററി ഇല്ലായ്മ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പോലും ചിലർക്ക് വലിയ ഗുണങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഹിസ്റ്ററി അറിഞ്ഞില്ലേ, ഇപ്പോൾ ഇത് നോക്കിയാൽ പോരെ എന്ന് പറയുന്ന ഒരവസ്ഥ വലിയ ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ യേശുദാസ് സാറിന് ഇപ്പോൾ 84 വയസ്സായില്ലേ, 84 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് മേ ബി ടിൽ 90 ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി. മേ ബി 95 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ വന്നിട്ടുള്ളത്. അതിനുമുമ്പ് 70s അസാധ്യമായി പാടിയിട്ടുള്ള, ഇതൊന്നും പുതിയ മ്യൂസീഷ്യൻസ് പോലും കേട്ടിട്ടില്ല എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 30-35 വയസ്സുള്ള ആളുകൾ ഇതൊന്നും കേട്ടിട്ടില്ല. മ്യൂസിക് കേൾവി അവർ റഹ്മാൻ തൊട്ടേ ഉള്ളവർക്ക്. ഇവരെ വിളിച്ചിരുത്തി യൂട്യൂബിൽ ഇത് കേൾപ്പിച്ച് ഇത് കേട്ടായിരുന്നു. ഇത് കേട്ട് യേശുദാസ് എന്ന ആളാണ് പാടിയത്, ഇപ്പോൾ ഈ താടി വെച്ചിറങ്ങുന്ന ആളാണ് ഇങ്ങനെ ഇതാണല്ലോ ഈ പാട്ട്.
അപ്പോൾ ഈ ഉയരെ മുതൽ ഹരിഹരൻ ഇങ്ങനെ ഒരു ഇത് ഇത് അങ്ങനെ ഒരു കുറ്റം അതല്ല. ബട്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻ്റെ കവിത അല്ലെങ്കിൽ പാട്ട്, എൻ്റെ എത്രയോ പാട്ടുകൾ ഉണ്ടായിരിക്കുന്നു. ഒരു അവസരം മാത്രമായിട്ട് ഇതിനെ കാണാന്നുള്ളേ ഉള്ളൂ. ഇതേ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ശുദ്ധ സംഗീതം എന്ന ഒരു ഡിബേറ്റബിൾ ആയ ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ ഈ നമ്മൾ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില പാട്ടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രംഗപുരവിഹാര എന്നുള്ള ഒരു പാട്ട്, അതിപ്പോൾ സുബ്ലക്ഷ്മി പാടി ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അത് കവർ സോങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് പലരും തിരിച്ച് ആ പാട്ട് കേൾക്കാൻ പോകുന്നു. അല്ല, ആ പാട്ട് സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേൾക്കുമെന്ന് എനിക്ക് തോന്നല്ല. അത് ഇദ്ദേഹത്തിൻ്റെ പാട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുള്ളൂ. കേൾക്കേണ്ടവർ മാത്രമേ അത് കേൾക്കുള്ളൂ. അത് പ്യുവർ ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. അത് ഉറപ്പായിട്ടും അത് കർണാട്ടിക് മ്യൂസിക് ശരിക്കും പോപ്പുലറൈസ് ചെയ്യണം, ഫ്യൂസ് ചെയ്യണം ഉറപ്പായിട്ടും. അതൊന്നും ഇങ്ങനെ മണ്ഡപത്തിൽ മാത്രം ഇരുന്ന് ചമ്രം പണിഞ്ഞിരിക്കുന്ന പാടേണ്ട ഒരു കാര്യം മാത്രമായിട്ട് അവശേഷിക്കേണ്ടതില്ല. അത് അത്തരം ചട്ടക്കൂടൊക്കെ പൊളിച്ച് പുറത്ത് വരണം. ലോക സംഗീതമായിട്ട് സംവദിക്കണം മ്യൂസിക് അങ്ങോട്ടും ഇങ്ങോട്ടും, ബട്ട് ഇൻ ദ പ്യൂറസ്റ്റ് വേ. അത് രണ്ട് മ്യൂസീഷ്യൻസും അതിൻ്റെ ഇത് അറിഞ്ഞുകൊണ്ട്, വാല്യൂവും അതിൻ്റെ റൂട്ട്സും അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നല്ല സംഗീതം ഉണ്ടാവും. വേറെ കർണാട്ടിക് റോക്ക് എന്നൊക്കെ പറയുന്ന ജോണർ തന്നെ ഉണ്ടല്ലോ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ആൻഡ് ഇറ്റ് ഷുഡ് ബ്രേക്ക് ദിസ് റിലീജിയസ് ഈ സ്പിരിറ്റ് മറ്റേ ഭക്തി അതും വിടണം. അത് ദൈവത്തെ മാത്രം അത് ആയിരുന്നോട്ടെ, നല്ല ക്ലാസിക്കുകളുണ്ട്, ഓക്കെ, അത് വിട്ട് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ കർണാട്ടിക് മ്യൂസിക്കിലൂടെ പറയാൻ പറ്റണം. അത്തരം വിഷയങ്ങൾ കൂടി പറയാൻ പറ്റണം. സ്ത്രീ ഇവിടെ സ്വാതന്ത്ര്യമെന്നോ അതിൻ്റെ വാല്യൂ എന്നോ സോഷ്യൽ എറ്റിക്കറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റണം കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഭാഷയിൽ. രാഗാധിഷ്ഠിതമായിട്ട് നല്ല കീർത്തനങ്ങളുണ്ടാവണം. അത് ബ്രേക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. എന്നെ കുറിച്ചുമാണ് ഈ പറയുന്നതെന്ന് കേൾക്കുമ്പോഴല്ലേ നമുക്ക് കേൾക്കാൻ തോന്നുള്ളൂ. എന്നെക്കുറിച്ചും ആണ് പറയുന്നത്, അല്ലെ എൻ്റെ കൂട്ടുകാരിയെ കുറിച്ചാണ് ഈ പറയുന്നത്, കൊള്ളാം എന്ന് പറയുമ്പോഴാണല്ലോ ഇതിന് പ്രസക്തി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചർവണമാണ്. പിന്നെ അതിനകത്ത് പ്രാഗൽഭ്യം വരുന്നതെന്ന് പറഞ്ഞാൽ മ്യൂസീഷ്യൻ്റെ എബിലിറ്റിയാണ്, സ്കില്ലാണ്. മ്യൂസീഷ്യൻ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു, അയാളുടെ വൈഭവം, അയാളുടെ മനോധർമ്മം, ഇതൊക്കെയാണ് എൻ്റെ ഹൈലൈറ്റ് ഒരു കർണാട്ടിക് കൺസേർട്ടിൽ. ഒരു കല്യാണി അന്ന് ബാലമുരളീകൃഷ്ണ സാറ് പാടിയ പോലെയല്ല ഇന്ന് TM കൃഷ്ണ അദ്ദേഹം പാടുന്നത്. വ്യത്യാസം ഉണ്ട്, കല്യാണി തന്നെയാണ് പക്ഷേ, ബട്ട് വി ക്യാൻ ലിസൺ. പക്ഷെ അത് അറിയുന്നവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് വിഷയമാണ് വേണ്ടത്, സബ്ജക്റ്റ്, അതും കൂടി പറയാൻ പറ്റണം. TM കൃഷ്ണ പാടുന്ന രംഗപുരവിഹാരയും ഹരീഷ് പാടുന്നതും ഒരേ രീതിയിൽ നിലനിൽക്കുന്നു. അല്ല, കൃതികൾ ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ. കൃതികൾ ചിട്ടപ്പെടുത്തിയ പോലെയാണല്ലോ. അതിനകത്ത് ചില ഇംപ്രവൈസേഷൻസ് മാത്രമേ അത് സാധ്യമുള്ളൂ. കൃതികളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, രാഗവിസ്താരത്തിൽ, പ്രത്യേക രാഗത്തിൻ്റെ വിസ്താരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അത് ഉണ്ടാവും. കൃതികൾ എപ്പോഴും ഈ സോങ്സ് പോലെ തന്നെയാണല്ലോ. കൃതികൾ അതേപോലെ തന്നെയാണല്ലോ പാടുന്നത്. രംഗ എന്നാണല്ലോ പാടുന്നത്. രംഗ എന്ന് പാടുമല്ലോ, രംഗപുര എന്നാണല്ലോ പാടുള്ളൂ. അത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് സോങ് പോലെ തന്നെ. അത് ഒരു പരിധി വരെ ആവാമല്ലോ. അത് രാഗ അതായത് ഇപ്പോൾ സാധാരണ ഒരു ഗാനവും കീർത്തനവും തമ്മിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു രാഗം കല്യാണിയിൽ ഒരു കൃതി, അല്ലെങ്കിൽ ഹരഹരപ്രിയയിൽ പക്കാല നിലബടി എന്ന് പറയുന്ന കൃതി, ഇതിൽ ഹരഹരപ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തുന്നു. അതൊരു ഡേറ്റിയെക്കുറിച്ചുള്ളൊരു ഇതായിരിക്കും അല്ലേ, പ്രകീർത്തനമായിരിക്കും. അത് 10 പേര് പാടിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് പോയി. കാരണം ഇത് തന്നെയല്ലേ ഉള്ളൂ. എന്നെ രക്ഷിക്കാൻ പറയാമെന്നുള്ളതൊക്കെ തന്നെ ഇന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങളുണ്ടാകും. പന്നകാഭരണ റാണി പുരാണി പരമേശ്വരി വിശ്വേശ്വരി, ഇത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം കേട്ടല്ലോ, അത് കേട്ടല്ലോ. പിന്നെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ആകാശമായവളെ എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയാനുണ്ട്, നമുക്ക് ഓർത്തിരിക്കാനും ഹോണ്ട് ചെയ്യപ്പെടാനും ഉണ്ട്. സോ അപ്പോൾ ഗാനത്തിന് അതിൻ്റേതായിട്ടുള്ള വേറെ അസ്തിത്വമുണ്ട്. സോ
അത് വളരെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് ഗാനം. അതിൻ്റെ ട്യൂൺ ഇടുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ച് പദം എഴുതുന്നതൊക്കെ അത് കൃത്യമായ റീസൺ ഉണ്ട്. കൃതിക്കിപ്പോൾ വാതാപി വാതാപി വാതാപി, ഇപ്പം വാതാപി എന്നുള്ള വാക്ക് എവിടെ പോയി? വാ അത് അത് പോയി. ആ വാതാപി ഗണപതിയും എന്ന് പറയുന്നതിന് ഇതിന് ഇംപ്രവൈസേഷൻസ് പറഞ്ഞ പദത്തിൻ്റെ സ്വഭാവം, നമ്മൾ ഉച്ചരിക്കുന്ന സ്വഭാവമൊക്കെ പോയി. അത് കേവലം അതിൻ്റെ ഇംപ്രവൈസേഷൻസിലേക്ക് അത് കയറി. അത് എൻ്റെ പേഴ്സണൽ ഇതാട്ടോ, അതൊരു ജനറിക്കായിട്ടൊന്നും എടുക്കണ്ട. അത് ആണ് കീർത്തനത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ആകാശമായ അല്ലേ ഏത് പാട്ടും ആയിക്കോട്ടെ, ഇപ്പം ഇന്നലെ നീയൊരു അത് വേറെ രീതിയിൽ പാടിക്കോളൂ, ബട്ട് കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കണം. ഇപ്പം ഇന്നലെ നീയൊരു സുന്ദര രാഗമായെന്നുള്ളത് ഈ ബേഗഡയിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുന്ന നിയമമൊന്നുമില്ല. അനദർ മ്യൂസീഷ്യൻ ക്യാൻ ഡു അനദർ ട്യൂൺ, ബട്ട് ഇറ്റ് ഷുഡ് ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അയാളുടെ സമീപനമായിരിക്കണം. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി എൻ പൊന്നോടക്കുള്ളിൽ വന്നൊളിച്ചിരുന്നു എന്ന് അയാൾക്ക് എങ്ങനെ പാടാൻ പറ്റുന്നു അയാൾ പാടുക, അല്ലാതെ ഇതിൽ കിടന്നിട്ട് ഇത് ചെയ്യരുത്. അതാണ് അത് ഒരു നിലപാട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഒരു മ്യൂസീഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു ട്യൂൺ. സോ അതിൽ കയറി അത് ബേഗഡ രാഗത്തിലാണെന്ന് പറഞ്ഞിട്ട് ബേഗഡയിലുള്ള സകല സംഗതികളും അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം. അത് വരരുത്. പൊന്നോട് പൊന്നോട്